അതെ ചേട്ടാ, ഈ ഗഫൂറിന്റെ വീട് ഇവിടെ അടുത്തെങ്ങാനാണോ? ഏത്, നമ്മുടെ അലമ്പ് ഗഫൂറോ? അതെ, അത് തന്നെ, അലമ്പ് ഗഫൂർ. ഞങ്ങൾക്ക് പുള്ളിയിലൊന്ന് കാണണം. എന്താ വല്ല പരിപാടി അലമ്പാക്കാനുണ്ടോ? ഏയ്, അലമ്പാക്കാനല്ല, അലമ്പാക്കാതെ ഇരിക്കാനാ ഗഫൂറിനെ കാണാൻ വന്നത്. അത് കൊള്ളാലോ. ഈ നാട്ടിൽ എവിടെ എന്ത് പരിപാടി ഉണ്ടായാലും കള്ളും കുടിച്ച് ചെന്ന് കൊളവാക്കുന്ന ആളാ ഗഫൂർ. അതറിയാൻ ചേട്ടാ. ഞാൻ ദിനേശൻ, പ്രതിഭാലയം ക്ലബിന്റെ പ്രസിഡന്റാ. ഇത് സെക്രട്ടറി ഷംസു. ഞങ്ങളെ ക്ലബിന്റെ വാർഷിക നാളെ ഗാനമേളയുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാ. ഗഫൂർക്ക ആ വഴിക്ക് വരാതിരുന്നാൽ മാത്രം മതി. ആ കാര്യം പുള്ളിയെ നേരിട്ട് കണ്ട് പറയാനാ ഞങ്ങൾ വന്നത്. നോക്കണേ ആൾക്കാരുടെ ഒരു ഗതികേട്. സാധാരണ ഒരു പരിപാടി നടക്കുമ്പോ നേരിൽ കണ്ട് ക്ഷണിക്കുന്നതാ രീതി. വീട് ഞാൻ പറഞ്ഞുതരാം. നേരെ ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ആദ്യം കാണുന്നതാ ഗഫൂറിന്റെ വീട്. കാലത്തന്നെ ആയതുകൊണ്ട് വീട്ടിൽ കാണൂ. 9 മണി കഴിഞ്ഞാ പിന്നെ ബിസിയാ. കള്ളുഷാപ്പിൽ നോക്കിയാൽ മതി. വേഗം ചെല്ലി. എടാ ഷംസു, നമ്മളങ്ങോട്ട് പോണോ? ദേ കണ്ടില്ലേ, കത്തി മൂർച്ച കൂട്ടുന്നു. നമ്മളെ തട്ടിക്കളഞ്ഞേക്കോ? വരുന്നത് വരട്ടെ, ഈ വാ ദിനേശ. ആരാണ്ടത്? പേടിക്കണ്ട, നമ്മളൊന്നും ചെയ്യൂല. അല്ല, ആ കത്തി അത് ഇന്നത്തേക്കുള്ളതല്ല. നാളെ ഇവിടെ അടുത്ത് പ്രതിഭാലയം ക്ലബിന്റെ പരിപാടി ഉണ്ട്. അത് അലമ്പാക്കാൻ വേണ്ടി മൂർച്ച കൂട്ടി വെക്കണാണ്. ഞങ്ങൾ ആ ക്ലബിന്റെ പ്രസിഡന്റും സെക്രട്ടറിയാ. ഇത് 1000 ഉറുപ്പ്യുണ്ട്. ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത്. കാശ് പിടിക്ക്. നാളെ ബാറ് കയറരുത് പ്ലീസ്. ഓക്കെ? നിങ്ങളിങ്ങനെ സ്നേഹത്തോടു കൂടി നിർബന്ധിക്കുമ്പോ എങ്ങനെയാണ് വരിക? ശരി, നമ്മൾ വരുന്നില്ല, കുടിക്കുന്നുമില്ല. എടാ ഷംസു, ദേ ഗഫൂർ കുടുങ്ങിയല്ലോ. എന്താ ഗഫൂർക്കായത്? നമ്മൾ പറഞ്ഞ വാക്ക് മറന്നോ? ഓ, അത് നമ്മള് ബാറിലൊരു ബുക്ക് എടുക്കാൻ പോയതാണ്, അല്ലാതെ. ബാറില് ബുക്കോ? അവിടെ ലൈബ്രറി ഉണ്ടോ? ഏയ്, ആ ബുക്കിനകത്താണ് നമ്മളെ കത്തി വെച്ചത്. രാവിലെ വന്നപ്പം മറന്നു വെച്ചാണ്. ഒരു തുള്ളി കുടിക്കാൻ വകല്ലാണ്ട് കഷ്ടപ്പെടായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ 1000 ഉറുപ്പിക തന്നത്. നിങ്ങൾ വയ്ക്കണ്ട, പരിപാടി ആരും വാക്കണ കാര്യല്ലേ. അത് ഗഫൂറേറ്റ്.